അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 14/8/2026 ഷബാബുന ഹിമമുൻ വഖിയം എന്ന ശീർഷകത്തിൽ യുവാക്കളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഘട്ടം, റബ്ബ് നമുക്ക് എല്ലാ കഴിവും ശേഷിയും പൂർത്തിയാക്കി തരുന്ന സമയം. ഖുർആൻ പറഞ്ഞല്ലോ, അല്ലാഹുല്ലദീ ഖലഖക്കും മിൻ ളഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ. അള്ളാഹു നിങ്ങളെ ബലഹീനരായി സൃഷ്ടിച്ചു, ആ ബലഹീനതയ്ക്കു ശേഷം അവൻ നിങ്ങൾക്ക് ശക്തി പകർന്നു തന്നു. അതാണ് യുവത്വ സമയം. നമ്മുടെ ബുദ്ധിയും ശരീരവുമൊക്കെ പരിപൂർണത പാലിക്കുന്ന ഘട്ടം. നമുക്ക് പ്രതീക്ഷകൾ പൂവിടുന്ന സമയം. എല്ലാം നടപ്പിലാക്കാനും ഏതുത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുമൊക്കെ നമുക്ക് കഴിയുന്ന കാലം. വിശുദ്ധ ഖുർആൻ ആ യുവാക്കളുടെ തിളക്കമുള്ള ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവർ പൂർണ്ണ വിശ്വാസികളും റബ്ബിൽ ഭരമേൽപ്പിക്കുന്നവരുമായപ്പോൾ അവരെപ്പറ്റിയാണ് ഇന്നഹും ഫിച്ചിയത്തുൻ ആമനു ബി റബ്ബിഹും വസിദ്നാഹും ഹുദാ. അവർ ഒരു സംഘം യുവാക്കളാണ്. അവർ അവരുടെ രക്ഷിതാവിൽ അടിയുറച്ച് വിശ്വസിച്ചപ്പോൾ നാം അവർക്ക് സന്മാർഗത്തെ കാണിച്ചു കൊടുത്തു. നമ്മുടെ യുവാക്കൾ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാകണം. അത് നമ്മുടെ വിജയത്തിലേക്കുള്ള വഴിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യുവാക്കൾക്കാണ് സന്തോഷവാർത്ത അറിയിക്കുന്നത്. അവരുടെ ആ നല്ല പ്രായം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി ചെലവഴിക്കുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു മറ്റൊരു നിഴലും ഇല്ലാത്ത മഹ്ശറിൽ വെച്ച് അവൻ്റെ തണൽ നൽകി അനുഗ്രഹിക്കും. ആ സപ്തമഹത്തുക്കളിൽ നബിതങ്ങൾ എണ്ണി, വശാബുൻ ഫീ ത്വാഅത്തില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിലായി യുവത്വം ചെലവഴിച്ച ചെറുപ്പക്കാരൻ. അള്ളാഹുവാണ് യുവാക്കളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവരിലേക്ക് നാം നന്മ ചെയ്യണം. അവർ നമ്മിൽ പ്രതീക്ഷ അർപ്പിച്ചവരാണ്. നമ്മെ വളർത്തി വലുതാക്കിയത് അവരാണ്. അവരുടെ ആഗ്രഹങ്ങൾ നാം സാക്ഷാത്കരിച്ചു കൊടുക്കണം. എപ്പോഴും നാം അവർക്ക് താങ്ങും തണലും ആകണം. നമ്മളെ കൊണ്ടിട്ട് അവർക്ക് അഭിമാനം കൊള്ളാൻ പറ്റണം. അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ നാം എപ്പോഴും ശ്രദ്ധയുള്ളവരാകണം. അതോടൊപ്പം തന്നെ യുവാക്കൾ സമയത്തിൻ്റെ വില മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെപ്പോലെയുള്ള യുവാക്കളോടാണ് പ്രത്യേകം വസിയത്ത് ചെയ്തത്, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്. നിന്റെ ജീവിതത്തിൽ ഒരു 5 ഘട്ടങ്ങൾ വരുന്നതിൻ്റെ മുമ്പുള്ള 5 ഘട്ടങ്ങൾ നീ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണം. ഷബാബക ഖബ്ല ഹറമിക്, നിനക്ക് വാർദ്ധക്യം വരും, അതിൻ്റെ മുമ്പ് നിന്റെ യുവത്വം നീ നന്മയിൽ ചെലവഴിക്കണം. വസുഹത്തക ഖബ്ല സഖമിക്, നീ രോഗാതുരനാകും, അതിൻ്റെ മുമ്പ് നിന്റെ ആരോഗ്യം നീ നന്മയിൽ ചെലവഴിക്കണം. വഫറാഗക ഖബ്ല ശുഗ്ലിക്, നിനക്ക് തിരക്കുകൾ ഏറി വരും, ആ തിരക്ക് വരുന്നതിൻ്റെ മുമ്പ് നിന്റെ ഒഴിവുവേളകൾ നീ നന്മയിൽ ചെലവഴിക്കണം. യുവാക്കൾ സ്വന്തത്തോട് ചോദിക്കണം, സമയം എങ്ങനെയാണ് നമ്മൾ ചെലവഴിക്കുന്നത്? എന്താണ് ഭാവി ജീവിതയാത്രയിൽ നമുക്കുള്ള പ്രതീക്ഷകൾ? ഈ രാജ്യത്തിന് എന്താണത് സമർപ്പിക്കാൻ നാം മുന്നോട്ട് വരുന്നത്? നമ്മുടെ ദിവസങ്ങൾ അങ്ങനെ വെറുതെ കഴിഞ്ഞു പോവുകയാണോ? ഇന്നത്തെ പോലെ തന്നെയാണോ ഇന്നലെയും? ഇനി ഇന്നത്തെ പോലെയാണോ നാളെയും? എങ്കിൽ നാം പരാജയപ്പെട്ടവരാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും നാം കൂടുതൽ പുരോഗതി പ്രാപിക്കണം. നമ്മുടെ അറിവുകൾ നാം വികസിപ്പിക്കണം. കുറവുകൾ നാം പരിഹരിക്കണം. നമ്മോടൊപ്പം വായിക്കാൻ പറ്റുന്ന നല്ല ഗ്രന്ഥം എപ്പോഴും ഉണ്ടാകണം. നമുക്ക് പരിചയങ്ങളും പാഠങ്ങളുമൊക്കെ അതിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കും. ഒരു കാര്യം സംസാരിക്കുന്നതിൻ്റെ മുമ്പ് അതിനെക്കുറിച്ച് നാം പഠിച്ച് മനസ്സിലാക്കിയവരാകണം. നബിതങ്ങൾ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഖലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ഒരാൾ അറിവന്വേഷിക്കുന്ന വഴിയിൽ പ്രവേശിച്ചാൽ അള്ളാഹു അവനെ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും എന്ന്. നാം സ്ഥിരമായ
സുസ്ഥിരമായ അഭിപ്രായ ഭദ്രതയുള്ളവരാകണം. അള്ളാഹു പറഞ്ഞില്ലേ, ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. കേൾക്കുന്ന വാർത്തകൾക്ക് പുറകെ നാം നടക്കാൻ പാടില്ല. അതിൻ്റെ നിജസ്ഥിതി നാം കണ്ടെത്തണം. പ്രത്യേകമായി അതിനെപ്പറ്റി അറിവുള്ളവരോട് നാം ചോദിച്ച് മനസ്സിലാക്കണം. ഖുർആൻ പറഞ്ഞില്ലേ, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾ അറിവില്ലാത്തവരാണെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക. നാം അഭിമാനികളാകണം, അതോടൊപ്പം തന്നെ സൽസ്വഭാവികളാകണം. നമ്മുടെ ജീവിത വിശുദ്ധി ഏത് നിമിഷത്തിലും നാം കാത്തു സൂക്ഷിക്കണം. നമ്മുടെ നീതി ന്യായ വ്യവസ്ഥകളോടൊക്കെ എപ്പോഴും നാം കൂറും പ്രതിബദ്ധതയും ഉള്ളവരാകണം. കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്മയത്വത്തോടുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യണം. വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. ഹിക്മത്ത് അള്ളാഹു ഒരാൾക്ക് നൽകിയാൽ അയാൾക്ക് ഏറ്റവും വലിയ നന്മ നൽകിയെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞതാണ്. നാം നമ്മുടെ ഈ യുവത്വം അത് നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നവരാകണം. നമ്മുടെ സമയം നാം ഒരിക്കലും വൃഥ നമുക്ക് ചെലവഴിച്ചുകൂടാ. നമ്മൾ നിർമ്മാണാത്മകമായ പ്രവൃത്തികളിൽ സജീവമാകണം. നമ്മുടെ രാജ്യം പ്രതീക്ഷിക്കുന്നത് യുവാക്കളെയാണ്. നിങ്ങളുടെ ആ ചുമലിലാണ് ഈ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ വന്നാൽ അവർ യുവാക്കളെ വിളിച്ചുകൂട്ടി അവരോട് ചർച്ച ചെയ്യും. അവരുടെ ആ മൂർച്ചയുള്ള ബുദ്ധിയിൽ നിന്ന് വരുന്ന ഉപദേശങ്ങൾ അവർ കേൾക്കും. അതുകൊണ്ട് രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യാൻ നാം സന്നദ്ധരാകണം. നാം പ്രായമേറിയവരിൽ നിന്ന് പഠിക്കുകയും പകർത്തുകയും ചെയ്യണം. നമുക്ക് വഴി കാണിച്ചു തന്ന ഈ രാജ്യത്തിൻ്റെ ശില്പി അൽ ഖായിദുൽ മുഅസ്സിസ് അഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ ആലു നഹിയാൻ തയ്യബല്ലാഹു സറാ അവർ പറഞ്ഞില്ലേ, യാദശബാബൽ ബാനി ബാദിറു വഖും ബി ജുഹൂദി. ഓ നിർമ്മാണാത്മകമായ പ്രവർത്തനം നടത്തുന്ന ചെറുപ്പക്കാരാ, നീ കഠിനാധ്വാനായി മുന്നോട്ട് നീങ്ങുക. നമുക്ക് പാരമ്പര്യമായി പൈതൃകമായി കിട്ടിയ സംസ്കാരങ്ങളൊക്കെ നമ്മൾ മുറുകെ പിടിക്കണം. ഭാവിയിലേക്ക് എപ്പോഴും നാം പ്രതീക്ഷ ഉള്ളവരാകണം. മനുഷ്യകുലത്തിന് തന്നെ നമ്മൾ മാതൃകകളാകണം. അള്ളാഹു നമ്മുടെ രാജ്യത്ത് നൽകിയ ഈ പ്രകൃതി വിഭവങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിൽ നാം ശ്രദ്ധയുള്ളവരാകണം. എല്ലാവരോടും സ്നേഹത്തോടുകൂടെയും ഐക്യത്തോടുകൂടെയും ഇടപഴകി മാതൃകായോഗ്യരായി ജീവിക്കാൻ നമുക്ക് കഴിയണം. മറ്റുള്ളവർക്ക് നൽകാനും കൊടുക്കാനും വാങ്ങാനുമൊക്കെ സന്മനസ് നമുക്കെപ്പോഴും ഉണ്ടാകണം. നന്മയിൽ നാം കൈകോർക്കണം. വതആവനു അലൽ ബിർരി വത്തഖ്വ. ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണല്ലോ, നിങ്ങൾ നന്മയിലും സൂക്ഷ്മതയിലും പരസ്പരം കൈകോർക്കുക. അള്ളാഹു നമ്മുടെ യുവതയ്ക്ക് എല്ലാ നന്മയും ചെയ്യട്ടെ. ലോകത്തിന് നല്ലത് പ്രവർത്തിക്കാൻ അള്ളാഹു തആല അവർക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.